നമ്മുടെ SLC ഇംഗ്ലീഷ് എക്സാമിന് കുറച്ച് ഫോർമാറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഫോർമാറ്റാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമാറ്റാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക, വിട്ടേക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ടു വേണം. ഓക്കെ, അതിനുശേഷം CC BCC സബ്ജക്റ്റ്, പിന്നെ അതിനുശേഷം വെക്കേണ്ടത് സല്യൂട്ടേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് കണ്ടൻറ്റ് മാറ്റർ വേണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് നെയിം പ്ലസ് എല്ലാവരുടെ നെയിമാണ് നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ ടൂവിൽ നിങ്ങൾ ആർക്കാണോ നമ്മൾ ഇമെയിൽ അയക്കേണ്ടത്, ആർക്കാണോ അയക്കേണ്ടത് ആ ആളുടെ എന്ത് ചെയ്യുക, മെയിൽ അഡ്രസ്സ് എന്ത് ചെയ്യുക. ഇപ്പം ഏതെങ്കിലും ഒരു പേര് @gmail.com അല്ലെങ്കിൽ @yahoo.com. ഓക്കെ, എന്നെങ്കിലും ഇവിടെ CCയും BCCയും നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെച്ചിരുന്നാൽ മതി. അതെന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, അതിനകത്തൊന്നും നിങ്ങൾ എഴുതണ്ട. ജസ്റ്റ് അവിടെ നമുക്കത് എഴുതിയിട്ടുണ്ടായിരുന്നാൽ മാത്രം മതി. ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതിയിരുന്നാൽ മതി. ഇനി സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ എഴുതുന്ന സമയത്ത് എന്തിനാണ് ലെറ്റർ എഴുതുന്നത്, നമ്മളവിടെ ഒരു സബ്ജക്റ്റ് വയ്ക്കുമല്ലോ, ചുരുക്കി നമ്മൾ. അപ്പോൾ അതേപോലെ ഇമെയിലിന് നമ്മൾ എന്ത് വയ്ക്കുക, സബ്ജക്റ്റ് വയ്ക്കുക. ഇനി അതിന് ശേഷം നമ്മൾ സല്യൂട്ടേഷൻ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആണ് എഴുതുന്നെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതാം. അല്ലാതെ ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർ അല്ലെങ്കിൽ മാഡം, അല്ലെന്നുണ്ടെങ്കിൽ ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം. ഓക്കെ, എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ മാറ്റർ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ലാസ്റ്റ് എഴുതുന്ന നിങ്ങളുടെ പേര് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ലാസ്റ്റ് താഴെ നമുക്ക് എന്ത് വയ്ക്കാം, ഫ്രം എന്ന് തുടങ്ങിയിട്ട് നമ്മുടെ മെയിൽ ഐഡിയും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഓക്കെ, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ എന്തിനകത്താക്കുക, ഒരു ബോക്സിനകത്താക്കുക. അപ്പോഴത്തേക്കും നമുക്ക് എന്തായി, ഇമെയിലായി.